Good morning. Okay, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? കിട്ടിയില്ലേ നിങ്ങൾക്ക്? 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചെയ്ത് നോക്കിയോ നിങ്ങൾ എല്ലാവരും? ഓക്കെ ആണോ? ചെയ്തിട്ട് കിട്ടിയോ? ഓക്കെ ഓക്കെ കിട്ടി. ഓക്കെ, തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ ക്ലാസ് കണ്ടിട്ട്? ഓക്കെ, സംശയമൊന്നുമില്ല അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ചെയ്യുക. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ വരും. അത് ഇപ്പൊ ഇന്നത്തെ നമുക്ക് നാളത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് 2 മണി ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വരുള്ളൂ. അത് നിങ്ങൾക്ക് വരുന്നതിന്റെ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് വായിക്കുക. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് സമയം ഇപ്പൊ വൈകി 11:38. നമുക്ക് കറക്റ്റ് ടൈമിങ്, നമുക്ക് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. ഇത്രയും പോർഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പോർഷൻസ് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് അത് തീർക്കാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് എന്താ പറയാ, ഇപ്പൊ ആതിര മിസ് ഇവിടെ ലേറ്റ് ആയി ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ, അതനുസരിച്ച് എനിക്ക് കയറാൻ പറ്റുള്ളൂ. കയറി കഴിഞ്ഞാലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പിന്നെ എന്താണ്, നിങ്ങളുടെ റെക്കോർഡ് ഇവിടെ ഓൺ ആക്കിയതിന് ശേഷം അത് ഓൺ ആവാനായിട്ടും സമയം എടുക്കുക. 1 മിനിറ്റ് ഒക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ മിസ് ഇറങ്ങി അപ്പൊ തന്നെ ഞാൻ കയറിയതാണ്. പക്ഷെ റെക്കോർഡ് ഓൺ ആവാതെ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ കുറച്ച് അങ്ങനെ സമയം നമുക്ക് അധികം കളയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു അപ്പൊ ക്ലാസ് എല്ലാവരും ചോദിച്ചെങ്ങനെയുണ്ട്? നല്ല കുട്ടികളാണ്, നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെയാണ്. നല്ല സൂപ്പർ ആയിട്ട് ക്ലാസ് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല, സംശയമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ചോദിച്ചു ഫസ്റ്റ് ക്ലാസ് ഞാനല്ലേ കയറിയിട്ട്, അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികളെന്ന്? നല്ല സൂപ്പർ കുട്ടികളാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോ നമുക്ക് 1ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് 2ാമത്തെ ചാപ്റ്റർ ആണ്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ടെക്സ്റ്റ് ഉള്ള ടെക്സ്റ്റ് എടുത്ത് വെക്കുക. അതിന്റെ ഒപ്പം തന്നെ ഒരു പെൻസിൽ എന്തെങ്കിലും നമുക്കൊന്ന് നോട്ട് ചെയ്യണം, അതുകൂടി എടുത്ത് വെക്കുക. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പൊ 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ മുതലാണ് നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. ഇതൊക്കെ ഒന്ന് ഹിസ്റ്ററി പോലെ നമ്മൾ പഠിക്കണേട്ടോ. ഇന്നത്തെ ഹോസ്പിറ്റലിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെയുള്ള ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഹോസ്പിറ്റലുകളാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മള് ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രം, അതിൽ ഹോസ്പിറ്റലുകളെ നമ്മൾ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇയറ. ഏർലി ഇയറ എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തെ ആശുപത്രികൾ. ഏർലി ഇയറ BC to 500 AD. AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ചരിത്രം. ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇയറ, അതായത് ഹോസ്പിറ്റൽ നമ്മുടെ ആദ്യകാല ഹോസ്പിറ്റലുകൾ AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ചരിത്രമാണ്. Okay, early the medical treatment was always recognized as religious services and ceremonies. Early, ആദ്യ കാലത്ത് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഇന്നത്തെ പോലെയൊന്നും അല്ല. പണ്ട് എങ്ങനെയായിരുന്നു? എന്തിനു ബേസ് ചെയ്താ നോക്കിയേ? റിക്കഗ്നൈസ്ഡ് ആസ് റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളെയും അതുപോലെ സെറിമണീസ്, ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. അങ്ങനെയാണ് പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവരിതുപോലെ ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് മേടിക്കുന്ന ആ ഒരു സിസ്റ്റം അല്ല അന്ന്. അന്ന് എങ്ങനെയാ മതപരമായിട്ട് ഇപ്പൊ രോഗം വന്നാലും എന്തെങ്കിലും ദൈവത്തിന്റെ കോപം കൊണ്ടൊക്കെയാണെന്നും, അതുപോലെ നമ്മൾ അതിനെ മാറ്റുന്നത് എങ്ങനെയാണ് മന്ത്രവാദം ഒക്കെ ചെയ്തും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ? മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടിട്ടില്ലേ? ശോഭനയുടെ രംഗത്ത് നാദകുടി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രവാദമൊക്കെ ചെയ്ത് മാറ്റണം എന്നൊക്കെ അല്ലേ? അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട്. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് ട്രീറ്റ്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്, early the medical treatment was recognized as എന്തിനായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്.
മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പുരോഹിതൻ. Priest were also physician or medicine man. അപ്പൊ അവിടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ മെഡിസിൻ മെൻ എന്ന് പറഞ്ഞിട്ട് ആരാ? പ്രീസ്റ്റ് ആണ്. കണ്ടോ, പുരോഹിതനാണ് അവിടെ സ്ഥാനം ഡോക്ടറിന്റെ. Priest were also physician or medicine man caring for spirit. നമ്മുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിനെ, മൈൻഡ്, മനസ്സിനെ, നമ്മുടെ ബോഡീനെ, ഇതിനെയൊക്കെ കെയർ ചെയ്യുന്ന ആരായിരുന്നു അവിടെ? പ്രീസ്റ്റ് ആയിരുന്നു. മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, മതപരമായിട്ടുള്ള ആചാരങ്ങളുടെ ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. അവിടെ ഡോക്ടർ എന്ന് പറഞ്ഞ ആരാ? പ്രീസ്റ്റ് ആണ്. അണ്ടർലൈൻ ചെയ്തേ. അപ്പൊ അവിടെ ഡോക്ടർ, ഫിസിഷ്യൻ എന്ന് പറയുന്നത്, ഫിസിഷ്യനായിട്ട് ആക്ട് ചെയ്ത ആരാ? പ്രീസ്റ്റ് ആണ്, പുരോഹിതനാണ്. അവിടെ ഇപ്പൊ നമ്മള് ഹിന്ദുക്കളാണെങ്കിൽ നമ്മൾ അവിടെ പോയി കണ്ട് നമ്മുടെ ശാന്തിമാരും അവരെയൊക്കെ കണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ അസുഖം മാറ്റുന്ന ഒരു ഇതായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോയി അവരുടെ പള്ളിയിലെ അച്ഛന്മാരുണ്ടല്ലോ, അവരെയൊക്കെ ക്രിസ്ത്യൻ പുരോഹിതന് അവരെയൊക്കെ കണ്ട് അസുഖം മാറ്റുന്നത്. മുസ്ലിംസ് ആണെങ്കിൽ അവർക്കുടെ രീതിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു ഫിസിഷ്യൻ, മെഡിസിൻ മെൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിനെ, ആത്മാവിനെയൊക്കെ കെയർ ചെയ്യുന്ന ആളാരായിരുന്നു? പ്രീസ്റ്റ്. അണ്ടർലൈൻ ചെയ്ത പ്രീസ്റ്റ് ആയിരുന്നു. ഇനി നോക്കിയ പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് കെയിം അണ്ടർ ദ റൂളിംഗ് ക്ലാസസ് വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആർക്കുടെ കീഴിൽ വരുന്നായിരുന്നു? ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. Priests or doctors came under the ruling class with a great political influence. ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു ഏത്? പ്രീസ്റ്റ്. ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ഫസ്റ്റ് മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇപ്പൊ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മെസ്സേജ് അയച്ചോ, ഞാൻ മെസ്സേജിന് മറുപടി പറയാം. ക്ലാസ് കഴിഞ്ഞിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാല് എന്താ പറയാ, നമുക്ക് ചിലപ്പോ സമയം ഇങ്ങനെ മറ്റു മിസ്സിന് അത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഞാനും ചോദിച്ചു എന്താണാവോ ആതിര മിസ് ഇവിടെ ഇറങ്ങാത്തെ, എന്റെ സമയമാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ ഫസ്റ്റ് ബാച്ച് 10 to 11 ക്ലാസ് 1 മിനിറ്റ് മുന്നേ നിർത്തിയിട്ട് ഞാൻ വേഗം കയറിയതാ. നിങ്ങൾ പുതിയ കുട്ടികളല്ലേ, അപ്പൊ നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. ആ പിള്ളേരോട് അങ്ങനെ പറഞ്ഞോണ്ട് കയറിയതാ. നമുക്ക് ഓരോ ടൈം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാ. 3 ചാപ്റ്റേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ടൊന്നും എല്ലാവരും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു മനസ്സിലാവാതിന്റെ ആവശ്യമില്ല. എങ്കിലും എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായില്ലെങ്കിൽ മെസ്സേജ് എല്ലാം അയക്കണം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് നമ്മളോട്? ആ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലാകുന്നു. ഇനി ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. ഇനി മീറ്റിംഗ് പ്ലേസ് എന്താ? എവിടെ അവര് മീറ്റ് ചെയ്യുന്ന പ്ലേസ് എവിടെ? ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഓർ വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. അപ്പൊ നമ്മൾ അവിടെ 2 കാര്യങ്ങള് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. പണ്ട് ട്രീറ്റ്മെന്റ് എന്തിന് ബേസ് ചെയ്തായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. പിന്നെ അവിടെ ഫിസിഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? പ്രീസ്റ്റ് ആണ്. അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞ ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽ. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വേർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. ഇനി അതിനകത്ത് നമ്മൾ ഈ ഹോസ്പിറ്റൽ ഓഫ് എയർലി ഇറയിലെ ഹോസ്പിറ്റലുകളെ നമുക്ക് 5 രീതിയിൽ തിരിക്കാം. 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോസ്പിറ്റൽസ് ക്യാൻ ഡിവൈഡഡ് ഇൻടു 5. ഏതൊക്കെയാന്നൊക്കെ? ഒന്നാമത്തെയാണ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, മൂന്നാമത്തെ റോമൻ ഹോസ്പിറ്റൽസ്, നാലാമത്തെ അറബിക് ഹോസ്പിറ്റൽസ്, അഞ്ചാമത്തെയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. അപ്പൊ എയർലി ഇറയിലുള്ള ഹോസ്പിറ്റൽസിനെ, ആദ്യകാല ആശുപത്രിയെ നമുക്ക് 5 രീതിയിൽ തിരിക്കാം. ഒന്നാമത്തെയാണ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ നോക്കിയേ, മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ്. ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർ ചെയ്ത് എവിടെയാ നോക്കിയേ? 4000 years ago. 4000 വർഷങ്ങൾക്ക് മുമ്പ്. ഇൻ ദ ഏൻഷ്യന്റ് റീജിയൻ ഓഫ്
സൗത്ത് വെസ്റ്റ് ഏഷ്യ നോൺ ആസ് മെസോപ്പൊട്ടാമിയ. അണ്ടർലൈൻ ചെയ്തിട്ടോ, എവിടെയാണ്? തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ് മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതാണ് ആ സ്ഥലം? എവിടെയാ? Southwest Asia. The ancient region of Southwest Asia is known as Mesopotamia. കിട്ടിയോ? MESOPOTAMIA. Mesopotamia. Underline ചെയ്തിട്ടോ, Mesopotamia. മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ്. ഹ്യൂമറാബിസ് കോഡ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇത്. അവിടെ ഡോക്ടേഴ്സിനെ നോക്കി, ഹ്യൂമറാബിസ് കോഡ് 1728 to 1686 BC was the rule for the practice of the doctors. അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമമാണ് ഹ്യൂമറാബിസ് കോഡ്. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഡാഷ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ദ ഡോക്ടേഴ്സ് ഇൻ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. ഏതാണ്? ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യമായിട്ട് ഉണ്ടായ നിയമമാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഹ്യൂമറാബിസ് കോഡ് ഡോക്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യമായിട്ടുണ്ടായത് റൂളാണ് അവിടെ ഹ്യൂമറാബിസ് കോഡ്. ആ ഹ്യൂമറാബിസ് കോഡ്, ആ നിയമമാണ് ഡോക്ടേഴ്സ് അവിടെ, ആ ഒരു റൂളാണ് അവര് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിച്ചത്. അങ്ങനെ ചോദിക്കാട്ടോ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഏതാണ്? ഹ്യൂമറാബിസ് കോഡ്. ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ് കേട്ടോ. ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ്. Then again അടുത്ത സെന്റൻസ് നോക്കിയേ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer. UMER. ചരിത്രത്തിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ എവിടെന്നാ വന്നേ? സുമറാണ്. ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ഏൻഷ്യന്റ് ബാബിലോണിയയിലെ സുമറിലാണ് ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from ഡാഷ്. അങ്ങനെ തന്നെ ചോദിക്കും എക്സാമിന്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylonian. എവിടെയാ സ്ഥലം? എവിടെ? ബാബിലോണിയൻ. ഏൻഷ്യന്റ് ബാബിലോണിയൻ സുമറാണ്. സുമറിൽ നിന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. ഈ 3 കാര്യങ്ങളാണ് ആ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ പറയുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഈ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് മെഡിസിൻ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് എവിടെയാ? ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യയില് മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ്. അണ്ടർലൈൻ ചെയ്തില്ല എല്ലാവരും? മെസോപ്പൊട്ടാമിയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തു. ഓക്കെ. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഏതാണ്? അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച റൂള് ഏത്? ഹ്യൂമറാബിസ് കോഡ്. അണ്ടർലൈൻ ചെയ്തോ? ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അണ്ടർലൈൻ ചെയ്യണം. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെന്നാ വന്നേ? ഏത് സ്ഥലമാണത്? സുമറാണ്. SUMER. സുമർ. 3 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫസ്റ്റ് പോയിന്റില് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് അതിന് 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. 3ഉം എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു 25 ബാച്ച് ആയി. 26ാമത്തെ ബാച്ചാണ് നിങ്ങൾ. ഇതിന് മുന്നിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 13 കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തില്ല. ക്ലിയർ ആവുന്നില്ലേ പറഞ്ഞു വന്നത്? എല്ലാവരും അമ്മമാരും ക്യാപിറ്റേറിയര് ഒക്കെ ഫോളോ ചെയ്യണം തന്നെ. എല്ലാവരും എന്റെ ഒപ്പം എത്തണേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികളാണല്ലോ. ഇനി അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കിയേ. ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ആണ്. ഗ്രീക്ക് ഹോസ്പിറ്റൽ പീരീഡ് ഉണ്ട്. പീരീഡ് ഒന്നും അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. എങ്കിലും ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട് 460 136 BC. അതാണ് ആ ഒരു ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ ആ പീരീഡ് പറയുന്നത്. ഇവിടെ നോക്കി, ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തായിരുന്നു? ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. കണ്ടോ? മാന്ത്രികവും അതുപോലെ റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ട്രീറ്റ്മെന്റ്. കണ്ടോ?
ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ട്രീറ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ? ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. നേരെ എഴുതാം നമുക്ക് അവിടെ. എന്തിനു ബേസ് ചെയ്തായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. അണ്ടർലൈൻ ചെയ്തോ? മാജിക് റിലീജിയസ് റിച്വൽസ്. മന്ത്രവാദം ഒക്കെ ചെയ്ത അസുഖം മാറ്റണമെന്ന് പറഞ്ഞില്ലേ? മന്ത്രവാദം, പിന്നെ റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റ്. അതായത് ഇങ്ങനെ നമ്മളിപ്പോ കഴിക്കണോടെ ടാബ്ലറ്റ് കഴിച്ചിട്ടല്ല അസുഖം മാറുന്നത്. അന്ന് ആളെ പിടിച്ചുകൊണ്ട് പോകും, അവിടെ ചെന്ന് കുറച്ച് മന്ത്രവാദം ഒക്കെ ചെയ്യും. അത് ഓരോ കാസ്റ്റിനും അവർക്കുടേതായ രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ മന്ത്രവാദം ഒക്കെ ചെയ്ത് അസുഖം മാറ്റും. അങ്ങനെയായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്, അങ്ങനെയായിരുന്നു. മാജിക് റിലീജിയസ് റിച്വൽസ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ എന്നാൽ അവിടെ ഒരാൾ അവിടെ എത്തി, ആരെ? ഹിപ്പോക്രാറ്റ്സ് ഇതിനെല്ലാം മാറ്റി മറിച്ചു. അദ്ദേഹം ഈ രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തിച്ചു. ദ ഫാദർ ഓഫ് മെഡിസിൻ. അദ്ദേഹത്തെ എന്തെന്നാ പറയുന്നേ? ഫാദർ ഓഫ് മെഡിസിൻ. അണ്ടർലൈൻ ചെയ്തോ? വാസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ആരാണ്? ഹിപ്പോക്രാറ്റ്സ്. HIPPOCRATS. ഹിപ്പോക്രാറ്റ്സ്, ദ ഫാദർ ഓഫ് മെഡിസിൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ചോദിക്കുന്ന കേട്ടോ. was the father of medicine. ഇനി മറക്കരുത്, ഫാദർ ഓഫ് മെഡിസിൻ, മെഡിസിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റ്സ് ആണ്. യൂസ്ഡ് എ ലോജിക്കൽ. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹം ഇതിനെല്ലാം മാറ്റിമറിച്ചു. അതായത് മന്ത്രവാദം ഒന്നും ചെയ്തിട്ടല്ല നമുക്ക് അസുഖം മാറ്റേണ്ടത്, ട്രീറ്റ്മെന്റ് ഇങ്ങനെയല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊക്കെ അദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അദ്ദേഹം ഈ ട്രീറ്റ്മെന്റിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ, യുക്തിപരമായിട്ടുള്ളത്, ലോജിക്കൽ, നോൺ റിലീജിയസ്, മതപരമല്ലാത്ത ഒരു സമീപനം അദ്ദേഹം മെഡിസിനിൽ കൊണ്ടുവന്നു. കണ്ടോ? ഹിപ്പോക്രാറ്റ്സിന്റെ വരവോടുകൂടി അദ്ദേഹം ഇങ്ങനെ ഇയാളെ ലോജിക്കലായിട്ട് അല്ലെ, നല്ല യുക്തിപരമായിട്ട് ആലോചിച്ച് എന്താ മതപരമല്ലാത്ത ഒരു സമീപനം മെഡിസിനിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കണ്ടോ ആ മെഡിസിനിൽ ഒരു മാറ്റം അദ്ദേഹം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ദ ഫാദർ ഓഫ് മെഡിസിൻ, ഹിപ്പോക്രാറ്റ്സ്. ഏത് ഉറക്കത്തിലും ചോദിച്ചാലും പറയൂലേ? ഇന്ന് തന്നെ വായിക്കണം, നിർബന്ധമാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് എന്റെ ക്ലാസ് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ പറയും. മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, ക്ലാസ് ഒരു പ്രാവശ്യം വായിക്കുക. ഓക്കെ, പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് എല്ലാം സെറ്റ് ആണ് അവിടെ. പിന്നെ നേരെ എക്സാം അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹിപ്പോക്രാറ്റ്സ് അദ്ദേഹം വന്നതോടുകൂടി മെഡിസിനിൽ ഒരു മാറ്റം കൊണ്ടുവന്നു, ട്രീറ്റ്മെന്റിൽ അദ്ദേഹം മാറ്റിമറിച്ചു. അദ്ദേഹം ലോജിക്കൽ ആയിട്ടുള്ള മതപരമല്ലാത്ത ഒരു സമീപനം മെഡിസിനിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് നമുക്ക് പറയാ? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തുള്ളൂ കേട്ടോ. ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മാജിക് റിലീജിയസ് റിച്വൽസ് അതിനെ അടിസ്ഥാനമാക്കിയിരുന്നു. ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റ്സ്. ഇനി നോക്കിയേ, മൂന്നാമത്തെയാണ് റോമൻ ഹോസ്പിറ്റൽസ്. By the 1st century BC, the Roman was first to make the institutional care of the sick and injured. അസുഖം വന്നവർക്ക്, ഇഞ്ചുറി, മുറിവ് പറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരായിരുന്നു? റോമക്കാരാണ്, റോമൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ? ബൈ 1st century BC, ഫസ്റ്റ് സെഞ്ചുറിയോടുകൂടി റോമക്കാരെ എന്ത് ചെയ്തു? ഫസ്റ്റ് ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. സിക്ക് ആയിട്ടുള്ളവർക്ക്, ഇഞ്ചുറി, മുറിവ് പറ്റിയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരാണ്. റോമൻ പീരീഡിലാണ് റോമക്കാര്. റോമ വാസ് ദ ഫസ്റ്റ് ടു മേക്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. അണ്ടർലൈൻ ചെയ്തേ ആ സെന്റൻസ്. ഇനി ആ റോമൻ പീരീഡിലാണ് അവിടെ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇൻ വിച്ച് പീരീഡ് ദ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ്? മിലിറ്ററി സൈനികർക്ക്, അതുപോലെ തന്നെ സ്ലേവ് എന്ന് പറഞ്ഞാരാ? സ്ലേവ് ആരാ? SLAVE, മിലിറ്ററി സൈനികര്. സ്ലേവ് എന്ന് പറഞ്ഞാരാ? SLAVE. ഒന്ന് കമന്റ് ഇട്ടേ, മെസ്സേജ് ഇട്ടേ. സ്ലേവ് ആരാ? അടിമ. വെരി ഗുഡ്. ആരാണ്? ജസ്മിൻ ആണ് ഇവിടെ മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ. വൈഷ്ണവി, ആതിര, നീതു ഒക്കെ ഇട്ടേണ്ട്. ഓക്കെ.
അടിമകളാണ് അല്ലെ സ്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സ്ലേവ് അടിമകൾക്കും സൈനികർക്കും വേണ്ടി ഹോസ്പിറ്റല് എക്സിസ്റ്റ് ചെയ്തത് ഏത് പീരീഡിലാ? റോമൻ പീരീഡിലാണ്. അത് ചോദിക്കാം കേട്ടോ. 2 സെന്റൻസ് ഉള്ളൂ, 2 സെന്റൻസും ക്വസ്റ്റ്യനാ നമുക്ക്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്ക്, ഇഞ്ചുറി പറ്റിയിട്ടുള്ളവർക്ക് കൊണ്ടുവന്നത് നിർമ്മിച്ചത് ആരാണ്? റോമനാണ്. ഇനി മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത് ഏത് പീരീഡാ? മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ ഏത് പീരീഡിലാണ്? റോമൻ പീരീഡില്. അതുകൂടി അണ്ടർലൈൻ ചെയ്തു. അപ്പൊ റോമൻ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വേണം. ഇനി 4ാമത്തെയാണ് അറബിക് ഹോസ്പിറ്റൽസ്. The Roman military hospitals and a few Christian hospitals were no match for the number, organization, excellence of the Arabic hospital. കണ്ടോ എന്താണ്? അപ്പൊ ആ അറബിക് ഹോസ്പിറ്റൽസ് ആണ്, അതായത് കുറച്ച് റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസും കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസും ഒക്കെ എണ്ണത്തിന്റെ കാര്യത്തിലോ ഹോസ്പിറ്റലിന്റെ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷൻ അവരുടെ ആ സംഘടനയുടെ കാര്യത്തിലോ എക്സലന്റ് മികവിന്റെ കാര്യത്തിലോ ഒന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. ഏത്? ഈ റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും ഒന്നും ഈ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. ഏത്? നമ്പറിന്റെ കാര്യത്തില്, ഓർഗനൈസേഷന്റെ കാര്യത്തില്, എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മികവിന്റെ കാര്യത്തിൽ ഒന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആരുടെ മുന്നില്? ഏത് ഹോസ്പിറ്റലാ മുന്നില്? റോമൻ മിലിറ്ററി ഹോസ്പിറ്റലാണോ? ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണോ? അറബിക് ഹോസ്പിറ്റലാണോ മുന്നില്? ഏറെ മുന്നിൽ ആരായിരുന്നു? വെരി ഗുഡ്, ആരാണ്? അറബിക് ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ എണ്ണം നോക്കിയാലും അറബിക് ഹോസ്പിറ്റലാണ് കൂടുതലുണ്ടായിരുന്നത്. ഓർഗനൈസേഷന്റെ കാര്യത്തിലാണെങ്കിൽ അറബിക് ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ആയിട്ട് നിന്നത്. എക്സലൻസ് മികവിന്റെ കാര്യത്തിലൊക്കെ അറബിക് ഹോസ്പിറ്റലാണ് അവിടെ മുന്നിലായിട്ട് നിന്നത്. ഓക്കെ, അറബിക് ഹോസ്പിറ്റൽസ്. ലാസ്റ്റത്തെയാണ് 5ാമത്തെയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. 5ാമത്തെ ആണ് ഇത് ക്ലാസിഫിക്കേഷനില് 5ാമത്തെയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോസ് ദാറ്റ്, ചരിത്ര കണക്കുകൾ നമ്മൾ പറയുകയാണെങ്കിലോ ആ റെക്കോർഡിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ദ എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വെയർ ബിൽഡ് ഇൻ ഇന്ത്യ ബൈ 600 BC. എന്നതോടുകൂടിയ 600 BC കൂടിയാണ് ഇന്ത്യയില് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് നിലവിൽ വന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോസ് ദാറ്റ് ഇന്ത്യയിൽ ഒരു എഫിഷ്യന്റ് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് എന്നാ? 600 BC കൂടി. ഡ്യൂറിങ്, അവിടെ ഒരാളുണ്ട്, അവിടെ നോക്കിയേ. ഡ്യൂറിങ് ദ ജോർജസ് റിഗാൻ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തി. കേട്ടിട്ടില്ലേ? ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ അശോകനെ കുറിച്ച്, അശോക ചക്രവർത്തിനെ കുറിച്ച്? ജോർജസ് റിഗാൻ എന്ന് പറഞ്ഞാരാ? മഹാനായ അശോക ചക്രവർത്തി. വെറും അശോക ചക്രവർത്തി അല്ല. അശോക ചക്രവർത്തിക്ക് എന്താ കൊടുത്തേക്കണേ? അവിടെ കൊടുത്തേക്കണ നോക്കിയേ, ജോർജസ് റിഗാൻ, മഹാനായ അശോക ചക്രവർത്തി. ആ പീരീഡാണ് കൊടുത്തേക്കണേ കേട്ടോ. അതൊന്നും എക്സാമ്പിൾ വേണ്ട. 273 to 232 BC ആ ഒരു പീരീഡാണ്. ആ അശോകന്റെ ആ ഒരു കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് എ മോഡേൺ ഹോസ്പിറ്റൽ. ഇന്ത്യൻ ഹോസ്പിറ്റൽസ് ഒരു മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടു. ആരുടെ കാലത്ത്? ആരുടെ കാലത്താ? കിങ് അശോക. ഇങ്ങനെയല്ല ചോദിക്കാം, എഴുതി വെച്ചോ അവിടെ. ഇതെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. കിങ് അശോകന്റെ കാലത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റല് ഒരു മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടത്. കിങ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടത്. They followed. അവരവിടെ എന്താ ഫോളോ ചെയ്ത്? അപ്പൊ മോഡേൺ ഹോസ്പിറ്റലായിട്ട് മാറിയില്ലേ? കണക്കാക്കപ്പെട്ടു. ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടു. അപ്പൊ അവിടെ എന്ത് വന്നു? They followed the principle of sanitation. സാനിറ്റേഷൻ പ്രിൻസിപ്പിൾസ് അവര് ഫോളോ ചെയ്തു. ശുചിത്വ പാലനം, സാനിറ്റേഷൻ അല്ലെ? നമുക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. നമ്മൾ വെറുതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം മാറില്ല. നമ്മൾ അതിന്റെ ഒപ്പം ഒരു സാനിറ്റേഷൻ കൂടി അവരവിടെ follow ചെയ്തു. They followed the principle of sanitation and the cesarean section were operated. cesarean എന്താ ചെയ്തിട്ടുണ്ടാവുമല്ലോ ചില അമ്മമാരൊക്കെ അല്ലെ? കുഞ്ഞാവ ഉണ്ടാവാൻ നേരത്തെ സിസേറിയൻ ഒക്കെ ചെയ്തില്ലേ? എന്താ സിസേറിയൻ? നമ്മുടെ അബ്ഡമൻ കട്ട് ചെയ്തിട്ടാണ് കൊച്ചിനെ എടുത്തത് അല്ലെ?
ഡെലിവറി അല്ല, നോർമൽ ഡെലിവറി അല്ല അല്ലെ. സിസേറിയനിൽ എന്താ, അവിടെ സർജറിയാണ് അല്ലെ. അപ്പൊ ആ അശോകന്റെ കാലഘട്ടത്ത് മോഡൽ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടു. അവിടെ അവൻ എന്താ ഫോളോ ചെയ്തേ, പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്, പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. അവിടെ അവർ സർജറിയും കൂടി കൊണ്ടുവന്നു, സിസേറിയൻ കൊണ്ടുവന്നു. ഓക്കെ, the physician were. അപ്പൊ അവിടെ ഉണ്ടല്ലോ, അവിടെ മോഡേൺ ഹോസ്പിറ്റൽസ് ഫിസിഷ്യനെ അവർ അപ്പോയിന്റ് ചെയ്തത് എങ്ങനെയാ, 1 for every 10 village. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ. എങ്ങനെയാ, ഓരോ 10 വില്ലേജ് കൂടുമ്പോഴും ഒരു ഫിസിഷ്യൻ. എല്ലാ വില്ലേജിലും ഫിസിഷ്യനെ കൊടുക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ എന്താ അവർ ചെയ്ത്, അവിടെ 10 വില്ലേജിൽ ഒരു ഫിസിഷ്യനെ കൊടുത്തു, അടുത്ത 10 വില്ലേജിൽ വേറെ ഫിസിഷ്യൻ. അങ്ങനെയായിരുന്നു. ഓരോ വില്ലേജിനും ഓരോ ഫിസിഷ്യനും. അത് അന്നേരം പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അപ്പൊ അവിടെ എന്താണ്, ഫിസിഷ്യൻ എങ്ങനെ അപ്പോയിന്റ് ചെയ്തത്, അണ്ടർലൈൻ ചെയ്തേ, ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 village. ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്ന നിലയിലാണ് അപ്പോയിന്റ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് അവർ അപ്പോയിന്റ് ചെയ്തത്, ഫിസിഷ്യൻ എന്തിനാ, ചുമ്മാ നോക്കിയിരിക്കാനാണോ? എന്തിനു വേണ്ടി അവർ അപ്പോയിന്റ് ചെയ്തത്, ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ്. അവിടെ വരെ നിൽക്കട്ടെ കേട്ടോ. ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷന്റെ, ആ ജനസംഖ്യയുടെ ആരോഗ്യ പരിപാലനം, ആരോഗ്യ പരിചരണം, അവർക്കുടെ ഹെൽത്ത് കെയർ, അവർക്കുടെ ആവശ്യങ്ങള്, ആരോഗ്യ ആവശ്യങ്ങളെയൊക്കെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല എന്താ പറയാ, നല്ല കെയർ ഒക്കെ കൊടുക്കുന്നത്, അവർക്കുടെ ആരോഗ്യം നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അപ്പോയിന്റ് ചെയ്തു. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഓക്കെയാണ്. അവിടെ നമ്മൾ അവിടെ പറഞ്ഞത്, അശോകന്റെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്തായി കണക്കാക്കപ്പെട്ടു, മോഡേൺ ഹോസ്പിറ്റലായി കണക്കാക്കപ്പെട്ടു. ഹിസ്റ്ററി ആണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നേ, ഒരു സിനിമ കാണുന്ന പോലെ നമ്മുടെ മനസ്സിൽ കൂടെ കയറി വരണം. അശോകൻ ആദ്യം വന്നു, ഫസ്റ്റ് സീനിൽ അശോകനാണ് വന്നത്, കിങ് അശോകൻ കയറി വന്നു. അവിടെ എന്തായി, ഇന്ത്യൻ ഹോസ്പിറ്റൽ പെട്ടെന്ന് എന്താണ്, പെട്ടെന്ന് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് അറിയപ്പെട്ടു, കണക്കാക്കപ്പെട്ടു. അശോകൻ വന്നു, ഫസ്റ്റ് സീനില് മോഹൻലാലിന് പകരം അവിടെ വന്നത് ആരാണ്, അശോകനാ വന്നേക്കുന്നത്. കിങ് അശോകയാണ്, അശോക ചക്രവർത്തി വന്നു. അവിടെ ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്തായി കണക്കാക്കപ്പെട്ടു, മോഡേൺ ഹോസ്പിറ്റലായി കണക്കാക്കപ്പെട്ടു. മോഡേൺ ഹോസ്പിറ്റലായിട്ട് എന്തു അവിടെ കൊണ്ടുവന്നു, അവര് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷനും സിസേറിയൻ സെക്ഷനും അവർ ഫോളോ ചെയ്തു. എന്നിട്ട് അവര് ഫിസിഷ്യൻ എങ്ങനെ അവർ അപ്പോയിന്റ് ചെയ്തു, ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ, 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്ന നിലയില് അവര് അപ്പോയിന്റ് ചെയ്തു. ഇനി എന്തിനു വേണ്ടിയാ, ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. കണ്ടോ, ആ പോപ്പുലേഷന്റെ, അവിടുത്തെ ജനസംഖ്യയുടെ ഹെൽത്ത് കെയർ നീഡ്സ് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവര് നോക്കുന്നതിന് വേണ്ടിയിട്ട് 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അപ്പോയിന്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയ ഒരു കുഞ്ഞു സെന്റൻസ് കൂടിയുണ്ട്. ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധ. ഇൻഫേം എന്ന് പറഞ്ഞാൽ അഗതികള് കേട്ടാ, അഗതികള്. ഇൻഫോം ദുർബലരായിട്ടുള്ളവര്, ഇൻഫോം ദുർബലരായിട്ടുള്ള, ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഗതികള്. അപ്പോ ഒരു റീജിയണൽ ഹോസ്പിറ്റല് അഗതികൾക്കും അതുപോലെ ദുർബലരായിട്ടുള്ളവർക്കും വേണ്ടി ആരും ബിൽഡ് ചെയ്തു, അതും ഒരു ക്വസ്റ്റ്യൻ അവിടെ. ഇങ്ങനെ അത് ചോദിക്കാം. ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ഡാഷ്. ആരെ ബിൽഡ് ചെയ്തത്, ബുദ്ധ. ബുദ്ധന്റെ കാലഘട്ടത്തില് നമ്മള് ഈ ദുർബലരായിട്ടുള്ള ആളുകള്, അഗതികള് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ആശ്രയമില്ലാതെയൊക്കെ ഇങ്ങനെ അറിഞ്ഞിരിക്കാൻ നടക്കുന്ന അങ്ങനെയൊക്കെയുള്ള അഗതികളായിട്ടുള്ളവർക്ക്, ദുർബലായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റല് ബുദ്ധൻ നിർമ്മിച്ചു. ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓക്കെ, അപ്പൊ അങ്ങനെ 5 അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റല്, ഗ്രീക്ക് ഹോസ്പിറ്റല്, റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റല്, ഇന്ത്യൻ ഹോസ്പിറ്റൽ.
ഹോസ്പിറ്റൽ. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലില് എന്ന് നമ്മൾ ആ ഒരു മെഡിസിൻ ഒറിജിനേറ്റ് ചെയ്തതെല്ലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടാമിയ എന്ന പ്രദേശത്ത്. അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഹ്യൂറാബിസ് കോഡ്. പിന്നെ ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത് സുമറാണ്. ഏൻഷ്യൻ ബാബിലോണിയയിലെ സുമർ എന്ന പ്രദേശത്താണ്. ഗ്രീക്ക് ഹോസ്പിറ്റലില് എന്താണ് പറഞ്ഞത്? ട്രീറ്റ്മെന്റ് അവിടെ മന്ത്രവാദപരവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അപ്പൊ അവിടെ ഒരാൾ വന്നു, ഹിപ്പോക്രാറ്റ്സ് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വലിയ ആ ഒരു ട്രീറ്റ്മെന്റില് ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച്, മതപരമല്ലാത്ത സമീപനം കൊണ്ടുവന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെട്ടു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റ്സ്. അടുത്തതാണ് റോമൻ ഹോസ്പിറ്റല്. അഗതികൾ നമ്മള് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി ആയിട്ടുള്ളവർക്കും കൊണ്ടുവന്നത് റോമക്കാരാണ്. ആ കാലത്ത് റോമൻ പീരീഡിലാണ് മിലിറ്ററി ഹോസ്പിറ്റലും സ്ലേവ് ഹോസ്പിറ്റലും നിലനിന്നിരുന്നത്. അടുത്തതാണ് അറബിക് ഹോസ്പിറ്റല്. അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചില മിലിറ്ററി ഹോസ്പിറ്റൽസ് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അതിന്റെ നമ്പറിന്റെ കാര്യത്തില്, ഓർഗനൈസേഷന്റെ കാര്യത്തില്, മികവിന്റെ കാര്യത്തില് അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അറബിക് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു ബെറ്റർ. അടുത്തതാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. അവിടെ നമ്മൾ പറഞ്ഞത് ആരാ? കിങ് അശോകനെ കുറിച്ചാണ്, അശോക ചക്രവർത്തിനെ കുറിച്ചാണ്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടത്. അവിടെ അവർ ഫോളോ ചെയ്തത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിവിയർ ഇൻഫെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. അവര് ഫിസിഷ്യനെ എങ്ങനെ അപ്പോയിന്റ് ചെയ്തു? 10 വില്ലേജില് ഒരു ഫിസിഷ്യൻ. എന്തിനു വേണ്ടി? ആളുകളുടെ ഹെൽത്ത് കെയർ നീഡ്സ്, ആവശ്യങ്ങളെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി, പാലിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞത് നമ്മൾക്ക് ദുർബലരായിട്ടുള്ളവര്, അഗതികള്, അവർക്ക് വേണ്ടി ഒരു റീജിയണൽ ഹോസ്പിറ്റല് സ്ഥാപിച്ചത് ബുദ്ധയാണ്. ക്ലിയർ ആണ് അല്ലെ? ഇനി ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ബി ആണ്. അപ്പൊ എയില് 5 ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു. ഇനി ബി നോക്കിയേ, ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. മിഡിൽ ഏജ് 500 to 1500 AD. അതാണ് ആ കാലഘട്ടമൊക്കെ പൊക്കം കേട്ടാ. ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ് മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റലാണ്. മധ്യകാലഘട്ടത്തിലെ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ വെയർ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺ. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും, മധ്യകാലഘട്ടം ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, കൂടി. ഹോസ്പിറ്റൽ കുറയല്ല. പീരീഡ് ഒന്നും അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ, ചോദിച്ചങ്ങനെ കാണാറില്ല. പിന്നെ ബ്രാക്കറ്റിലുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ആ കാലഘട്ടം ഒന്ന് തന്നിട്ടുണ്ടെന്നുള്ളൂ. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ. അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി, കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടാവാൻ തുടങ്ങി അല്ലെ? ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ്. ഇനി എന്തുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ കൂടാൻ കാരണം വേണമല്ലോ? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ഹോസ്പിറ്റൽ കൂടുതൽ ഉണ്ടാകാനായിട്ട്? എന്താ കാര്യം? ഒന്നാമത് നോക്കി, പോപ്പ് ഇന്നസെന്റ് III 1198 അഡ്വൈസ്ഡ്. അദ്ദേഹം അഡ്വൈസ് ചെയ്തു. ആരാ? പോപ്പ് ഇന്നസെന്റ് III ആട്ടോ. അദ്ദേഹം അഡ്വൈസ് ചെയ്തു, ഉപദേശിച്ചു. ആൻഡ് പെർസ്യൂഡ്. പെർസ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോത്സാഹനം കൊടുത്തു. അറിയില്ലാത്തവരും എഴുതി വെച്ചു. പ്രോത്സാഹിപ്പിച്ചു, പ്രോത്സാഹനം കൊടുത്തു. വെൽത്തി ക്രിസ്ത്യൻ ടു ബിൽഡ് ഹോസ്പിറ്റൽ ഇൻ എവരി ടൗൺ. അപ്പൊ നമുക്കൊരു ഇതുണ്ടല്ലോ, മിഡിൽ ഏജ് ആയപ്പോ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാൻ എന്ത് കാര്യം? എന്താ അവിടെ ഒരു കാര്യം? ആരാ അവിടെ കാരണക്കാരനായിട്ടുള്ളത്? ആരാ? പോപ്പ് ഇന്നസെന്റ് III ആണ്. പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു എന്നറിയോ? അവിടുത്തെ ക്രിസ്ത്യൻസിനോട്, വെൽത്തി ക്രിസ്ത്യൻസ്, അവിടുത്തെ സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻസിനോട് എന്ത് ചെയ്തു? അവരെ ഉപദേശിച്ചു. നമുക്ക് കുറച്ചുകൂടി ഹോസ്പിറ്റല് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊരു അഡ്വൈസ് ചെയ്തു. അഡ്വൈസ് ചെയ്തപ്പോ മാത്രമല്ല, എന്ത് ചെയ്തു? അവരെ അതിനെ പ്രൊമോട്ട് ചെയ്തു, അവരെ പ്രോത്സാഹിപ്പിച്ചു. പെർസ്യൂഡഡ്. അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തു. ഹോസ്പിറ്റലിൽ നിർമ്മിക്കാനായിട്ട് ഉപദേശം മാത്രമല്ല കൊടുത്തേ, അതിന് എന്ത് ചെയ്തു? പ്രോത്സാഹനം കൊടുത്തു. എന്ത്? ടു ബിൽഡ് ദ ഹോസ്പിറ്റൽ ഇൻ എവരി ടൗൺ. കണ്ടോ? ഓരോ ടൗണിലും ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ പോപ്പ് ഇന്നസെന്റ് III ഉപദേശിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു അവിടുത്തെ സമ്പന്നരായ ക്രിസ്ത്യൻസിനോട്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അത് ഒന്നാമത്തെ റീസൺ.
ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാൻ ഒന്നാമത്തെ റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ എന്താ? ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. Revenue, increased revenue were made available from the commerce with the crusaders. Crusaders എന്ന് പറഞ്ഞാൽ കുരിശുയുദ്ധക്കാര്, കേട്ടിട്ടുണ്ടോ? അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചോ. കുരിശുയുദ്ധക്കാരാണ് ക്രൂസൈഡേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്താ? അതൊന്ന് റീസൺ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. എന്താ? ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പാടില്ലേ, അല്ലെ? എനിക്ക് കുറെ പൈസ എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്താ ഹോസ്പിറ്റല് നിർമ്മിക്കാം, എനിക്ക് കുറച്ച് വീടുണ്ടാക്കിയിടാം, അല്ലെ? എന്തൊക്കെ എനിക്കൊരു കാർ മേടിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇല്ലേ? അപ്പൊ ഈ എന്താ പറയാ, ക്രൂസൈഡേഴ്സ് കുരിശുകാരുമായിട്ടുള്ള വാണിജ്യത്തിനുള്ള അധിക വരുമാനം, അവർക്കുടെ റവന്യൂ ഇൻക്രീസ് ചെയ്തു. കുറെ കാശുണ്ടെങ്കിൽ നമുക്ക് ചെയ്തൂടെ, അല്ലെ? അതും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനായിട്ടുള്ള ഒരു കാരണം. രണ്ട് കാരണമായിട്ടാ പറയുന്നത്. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാൻ ഒന്നാമത്തെ കാരണക്കാരൻ പോപ്പ് ഇന്നസെന്റ് III അവിടെ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇവര് എല്ലാ ടൗണിലും ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ. ഇനി രണ്ടാമത്തെയാണ് ക്രൂസൈഡേഴ്സുമായിട്ട് കൊമേഴ്സ്, വാണിജ്യത്തിലുള്ള അധിക വരുമാനം, വർദ്ധിച്ച വരുമാനം. ഇൻ കോൺട്രാസ്റ്റ്, ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരീഡ് കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വാസ് ഫോർവേഡ് ബൈ ദ റൂൾ ആൻഡ് ക്രൂസൈഡേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു, യൂറോപ്പിലെ കാര്യം പറഞ്ഞു. ആ സമയത്ത് തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ആ സെയിം പീരീഡിൽ തന്നെ എന്ത് ചെയ്തു? കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് ആരംഭിക്കാനായിട്ട് അന്നത്തെ റൂളും ഭരണവും ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു. കേട്ടോ? അതേ സമയം തന്നെ അപ്പൊ നമ്മുടെ എന്താ യൂറോപ്പില് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടിയില്ലേ? ആ സമയം തന്നെ നമ്മുടെ വീട്ടില് അപ്പുറത്തെ വീട്ടിലൊരാള് അപ്പുറത്തെ വീട്ടിലെ എന്താ പറയാ ആൾക്കാര് ഒരു ഫ്രിഡ്ജ് മേടിച്ചു, അപ്പൊ തന്നെ നമ്മൾ മേടിക്കുന്നു. അപ്പുറത്തെ വീട്ടില് TV മേടിച്ചു, അപ്പൊ തന്നെ നമ്മൾ മേടിക്കുന്നു. അവിടെ കാർ മേടിച്ചു, അപ്പൊ തന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരുമില്ലേ? നമ്മുടെ തൊട്ടയൽക്കാരെന്താ ചെയ്യണേ? അതുപോലെ ചെയ്യാനൊരു ചെറിയൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവില്ലേ? ഇല്ലേ? അയ്യോടാ, നല്ല കുട്ടികൾ, ഒരു ഇതുമില്ല, ഒരു ഈഗോയും ഒന്നുമില്ല. നല്ല കുട്ടികളാണെന്നാണോ? അങ്ങനെയൊന്നും തോന്നൂല്ല എന്നാണോ? ഓക്കെ. ചിലര് പറഞ്ഞു തോന്നുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു, അല്ലേ? ചിലപ്പോ നമ്മളൊരു സിനിമയിൽ പറയണ്ടല്ലോ, ഉർവശി തൊട്ടടുത്ത വീട്ടിൽ എന്താ മേടിക്കണേ അത് തന്നെ മേടിക്കാൻ പറയാം, അല്ലെ? ഒരു സിനിമയ്ക്ക് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറയുന്നത് നിങ്ങൾ അങ്ങനെ അവിടുത്തെ ബോറടിക്കാതിരിക്കാനാട്ടോ. 1 മണിക്കൂർ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പൊ റേഡിയോ പോലെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൊരു കാര്യമൊക്കെ പറയണത്. ഓക്കെ. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ തൊട്ടടുത്ത് മേടിക്കുമ്പോ നമുക്ക് മേടിക്കാൻ തോന്നും. അതുപോലെ തന്നെ അവർക്കും തോന്നി എന്താ? യൂറോപ്പിലെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി ഇപ്പോൾ എന്ത് ചെയ്തു? ഏഷ്യയിലും ആഫ്രിക്കയിലും അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തു? അവരെ കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ, ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ സ്ഥാപിക്കാനായിട്ട് അന്നത്തെ റൂളും ക്രൂസൈഡേഴ്സും കുരിശുയുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. ഹിസ്റ്ററിയാണ് മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെയാണ് റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. നവോത്ഥാന കാലഘട്ടം. പിന്നീട് നോക്കിയേ, 1500 to 1700 AD. അതാണ് റിനൈസൻസ് ഏജ്. ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? നവോത്ഥാന കാലഘട്ടം, റിനൈസൻസ് ഏജ്. The Renaissance period lasted from the 14th to 16th century. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. റിനൈസൻസ് പീരീഡ്, നവോത്ഥാന കാലഘട്ടം എത്ര നാളാണ്? 14th to 16th century. അതുവരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു കേട്ടോ. 14th 14 to 16. Towards the end of the 15th century. അപ്പൊ ഈ 15th century അവസാനം many cities and towns support some kinds of institutional care. ഉണ്ടോ? 15th century അവസാനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് ധാരാളം സിറ്റീസും ടൗണും സപ്പോർട്ട് ചെയ്തു. അതാണ് ആ റിനൈസൻസ് പീരീഡിൽ സംഭവിച്ച കാര്യം. റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 14th to 16th century. അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്? ടെക്സ്റ്റ് ഉള്ളവരൊക്കെ എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ.
14th to 16th century. ഇനി 15th സെഞ്ചുറിയുടെ അവസാനം ധാരാളം സിറ്റീസും ടൗണും എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. എന്തിന്? സം കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്തു. Then നോക്കിയേ, മോഡേൺ പീരീഡ് ആണ് 1750 to 1950 AD. അതാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. മോഡേൺ പീരീഡ് നമ്മുടെ ആധുനിക കാലഘട്ടം. നവോത്ഥാനം കഴിഞ്ഞു, അടുത്തത് ആധുനിക കാലഘട്ടം, മോഡേൺ പീരീഡില്. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട് കേട്ടോ. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സംയോജിത ആശുപത്രി. പല ഡിപ്പാർട്ട്മെന്റുകളെയും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള, അതായത് കുറെ ഫെസിലിറ്റി കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സംയോജിത ആശുപത്രി. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക. അമേരിക്കയിലെ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എവിടെയായിരുന്നു? സ്ഥലം എവിടെ? പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആയിരുന്നു ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആയിരുന്നു ഏതാണ്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക. അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ ഡാഷ്. ഏത് ഹോസ്പിറ്റലാ? വേറെ ഹോസ്പിറ്റലിന്റെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഓപ്ഷനില്. ആ ഓപ്ഷനൊന്നും നമുക്ക് ശ്രദ്ധിക്കണ്ട, നമുക്കുള്ള ഓപ്ഷൻ കറക്റ്റ് ഉണ്ട് അവിടെ. ഏതാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ? ഏതാ? പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. എവിടെയായിരുന്നു സ്ഥലം? സ്ഥലം എവിടെ? ഹോസ്പിറ്റലിന് പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. ഓക്കെ, സ്ഥലം എവിടെയാ? ഫിലാഡൽഫിയയില്. അപ്പൊ ഓപ്ഷൻ നോക്കണം കേട്ടോ. എവിടെയാണ്? സ്ഥലമാണോ തന്നേക്കുന്നത്, ഹോസ്പിറ്റൽ ആണോ എന്ന് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കി ചെയ്ത കേട്ടോ. ഫസ്റ്റ് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടോ അവിടെ, രണ്ടും അണ്ടർലൈൻ ചെയ്തു. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആയിരുന്നു അമേരിക്കയിലെ ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. Then massive government involvement in healthcare began in 1926 with the return of war heroes from World War First. അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, ആദ്യത്തെ വേൾഡ് വാറിലെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അവിടുത്തെ ആ വേൾഡ് വാറിലെ ഹീറോസ് അവരെന്ത് തിരിച്ചെത്തി. ആ വേൾഡ് വാറിലെ ഹീറോസ് തിരിച്ചെത്തിയതോടുകൂടി 1926 ഹെൽത്ത് കെയറില് വൻതോതിലുള്ള ഒരു സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അവിടെ. അവര് കുറെ പേര് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്, വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ് ഹീറോസ് വന്നപ്പോ അവിടെ ചിലപ്പോ അവർക്ക് കുറെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു? ഗവൺമെന്റ് ആ ഹെൽത്ത് കെയർ 1926 ഹെൽത്ത് കെയറില് വൻതോതിലുള്ള ഇടപെടലുകൾ ആരംഭിച്ചു. എപ്പോഴാണ്? ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് മടങ്ങി വന്നതോടുകൂടി 1926 ഹെൽത്ത് കെയറില് വൻതോതിലുള്ള സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ്, അവർക്കിടെ ഒരു വൻതോതിലുള്ള ഇടപെടൽ ആരംഭിച്ചു. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളാം. അപ്പൊ അത്രയും ഡി വരെയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് കേട്ടോ. ABCD. എ എന്തായിരുന്നു? ഓർക്കണ്ടാവും, ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇയറ, ആദ്യ കാല ഹോസ്പിറ്റൽ. രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ്, മധ്യകാലത്തെ ഹോസ്പിറ്റലുകള്. ദെൻ അടുത്തതാണ് റിനൈൻസസ് ഏജ്, നവോത്ഥാന കാലഘട്ടം. പിന്നെയാണ് മോഡേൺ പീരീഡ്. ഇനി അടുത്തത് ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ ആണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിണാമം. ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. അതായത് സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? രംഗമാണ് കേട്ടോ, രംഗം. ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസിന് മുന്നുള്ള രംഗമാണ്. അതായത് ഹോസ്പിറ്റലിന്റെ ഒരു എവല്യൂഷൻ ആണ് ഈ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഒരു പരിണാമം. ഇവിടെ കുറച്ച് പോയിന്റ് ചെയ്ത് തന്നെ കൊടുത്തേക്കണേ. 1, 2, 3 എന്ന് പറഞ്ഞോണ്ട് പോയിന്റ് ഔട്ട് ചെയ്താ പറഞ്ഞേക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ അങ്ങ് പോകാം. ഒന്നാമത്തെ പോയിന്റിൽ കൊടുത്തേക്കണേ എന്താ? Provision of institutional care to the sick was considered as a provisional and a spiritual by the early rulers. അപ്പോ early പണ്ടുള്ള റൂളേഴ്സ് എന്താ വരികയെന്ന്? പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു വ്യവസ്ഥാപരമായിട്ടുള്ള സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള സംരക്ഷണമാണ് ഹോസ്പിറ്റല്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. ഇത് ഹിസ്റ്ററിയാണ്, അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫുൾ ആയിട്ടൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട.
The provision of institutional care to the sick was considered as the provisional and the spiritual by the early rulers. എന്താ provisional and spiritual ആയിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് അഭിപ്രായത്തിയിരുന്നത്. അവിടെ നോക്കിയേ, രണ്ടാമത്തെ പോയിന്റിൽ ഒരാൾ വരുന്നുണ്ട്, ആത്രയ, ATREY. ആ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് നോക്കിയേ, ആ സ്പെല്ലിങ് ഒരു കറക്ഷൻ ഉണ്ട്. ATREY എന്നാട്ടോ, REY, ആർത്രയ, ATREY, ആർത്രയ. The first Indian physician and teacher who lived in the University of the Takshashila. Examine ഇങ്ങനെ ചോദിക്കും, first Indian physician and teacher who lived in the University of the Takshashila എന്ന് പറഞ്ഞിട്ട് താഴെ ഓപ്ഷൻ കൊടുക്കും. അല്ലെങ്കിൽ who was the first Indian physician അങ്ങനെയാണെങ്കിലും ചോദിക്കാം, ആരായിരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കാം. First Indian physician and teacher lived in the University of Takshashila. ആരാണ്? ആർത്രയാണ്. ആ പേരൊന്ന് നോട്ട് ചെയ്തേ, സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ, ATREY. അണ്ടർലൈൻ ചെയ്തോ? രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആർത്രയ, the first Indian physician and teacher lived in the University of Takshashila. കിട്ടിയോ? അമ്മമാർക്ക് കിട്ടിയോ? കുഞ്ഞു പിള്ളേർക്ക് കിട്ടിയോ? കുറെ പേരൊക്കെ ഉണ്ടല്ലേ, പല കാറ്റഗറിയിലുള്ളവരുണ്ട്. എന്താ പറയാ, ഡോക്ടേഴ്സ് ഉണ്ടാവും. നമ്മുടെ കഴിഞ്ഞ ബാച്ചിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അച്ഛന്മാരുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു, പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടായിരുന്നു, നേഴ്സുമാരുണ്ടായിരുന്നു, ഒക്കെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാറ്റഗറിയിലും വരുന്ന എല്ലാവർക്കും ഒക്കെ കിട്ടണല്ലേ, അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ആർത്രയാണ്, അത് എക്സാമിൽ ചോദിക്കാറുണ്ട്. ആർത്രയ, the first Indian physician and teacher who lived in the University of Takshashila. തക്ഷശില യൂണിവേഴ്സിറ്റിയില് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടീച്ചർമാരൊക്കെ അവിടെ താമസിച്ചല്ലേ, ഗുരുകുല സമ്പ്രദായം പോലെ ആയിരുന്നു അല്ലെ പണ്ട്, അല്ലേ? അല്ലെ, അവിടെ ടീച്ചർമാര് അവരുടെ കൂടെ പിള്ളേരുടെ കൂടെ തന്നെ നിന്നപ്പോ അങ്ങനെയുള്ള, അതാണ് ലീവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞേക്കണം കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഇത്ര അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. The first Indian physician and teacher who lived in the University of Takshashila. ആരാണ്? ആർത്രയാണ് കേട്ടോ, ആർത്രയ, ATREY. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൽ പറയേണ്ടത്, എല്ലാ കാര്യങ്ങളും എക്സാമിന് വരുന്നത് മനസ്സിലാക്കേണ്ടതും. എക്സ്ട്രാ ഇനി എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾ വേണമെങ്കിലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറയുന്നതിനും എടുക്കുന്നതിനെ കൊണ്ടൊക്കെ ഒരു ഇതുണ്ട്. നമുക്ക് ഒരുപാട് ഇതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വേണമെങ്കിൽ എവിടെയാണ് എന്താണ്, നാടെവിടെയാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ച് പോകാം. പക്ഷെ നമ്മുടെ ടോപ്പിക് അവിടെ തീരില്ല. നമുക്ക് ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാറുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണ് ഞങ്ങൾക്ക് ഇവിടെ അലോഡ് ചെയ്തേക്കുന്നത്. ഇന്ന ചാപ്റ്റർ ഇത്ര ക്ലാസ് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ആ കറക്റ്റ് ആ ക്ലാസ്സിന്റെ ഉള്ളില് നമുക്കത് എന്താ പറയാ, നമുക്ക് അലോ ചെയ്തേക്കുന്ന ക്ലാസ്സിന്റെ ഉള്ളില് നമുക്ക് ആ പോർഷൻസ് തീർക്കണം. നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതിനുള്ളിൽ തീർക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. എക്സ്ട്രാ ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ എന്ത് പറഞ്ഞു? The first Indian physician and teacher who lived in the University of Takshashila ആരാണ്? ആർത്രയ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇനി അടുത്ത നോക്കി, മൂന്നാമത്തെ പോയിന്റിൽ ആരൊക്കെ വന്നു? അവിടെ അടുത്ത ആളുകൾ വരിക കേട്ടോ. രംഗപ്രവേശനം ചെയ്യാണ്. ശുശ്രുത 6th century BC, then ചരക 200 AD. ശുശ്രുതനും ചരകനും വന്നു. ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെ? ശുശ്രുത ആൻഡ് ചരക. ഇനി അടുത്ത നോക്കി, ശുശ്രുത ദ ഫാദർ ഓഫ് സർജറി. SUSHRUTA എന്നാണ് കേട്ടോ. SUSHRUTA, ശുശ്രുത ദ ഫാദർ ഓഫ് സർജറി. കണ്ടോ, നമ്മൾ ആദ്യം ഒരു ഫാദറിനെ പഠിച്ചായിരുന്നല്ലോ. ഫാദർ ഓഫ് മെഡിസിൻ ആരാ? ഞാൻ പറഞ്ഞില്ലേ മറക്കരുതെന്ന്. ആരാണെന്ന് മെസ്സേജ് ചെയ്തേട്ടെ, ഓർക്കണ്ടോ നോക്കട്ടെ. ഫാദർ ഓഫ് മെഡിസിൻ പേജ് മറച്ച് നോക്കാതെ. വെരി ഗുഡ്, ഹിപ്പോക്രാറ്റ്സ് ആണ് അല്ലെ. രണ്ടാമത്തെ ഫാദർ വന്നേക്കണോ നോക്കി, അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഫാദർ ഓഫ് സർജറി, സർജറിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ശുശ്രുത. എളുപ്പവഴി പറഞ്ഞുതരാം. നമ്മുടെ സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എസ് അല്ലേ?
അല്ലെ? സർജറി, SURGERY. സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ് ആ, ആളുടെയും ഫസ്റ്റ് ലെറ്റർ എസ് അല്ലേ നോക്കിയേ, ശിശ്രുതയുടെ എസ് അല്ലേ? ഇനി മാറിപ്പോകോ? ഫാദറിനെ മാറിപ്പോവോ? ഫാദർ ഓഫ് സർജറി ഏത് അർത്ഥത്തിലും ചോദിച്ചാലും പറഞ്ഞോളാം, ചാടി എന്താ ശിശ്രുത എന്ന് പറയണം. അതിനാണ് ഞാനൊരു എളുപ്പവഴി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ടിപ്സും കൂടി അതിന്റെ ഒപ്പം പറഞ്ഞുതരാം കേട്ടോ. അതായത് ഫാദർ ഓഫ് സർജറി എന്ന ക്വസ്റ്റ്യൻ നമ്മുടെ സർജറിയിലാണ്, എസ് ആണ്. അപ്പൊ അത് ആരാണ്? ഫാദറിന്റെ പേര് തുടങ്ങുന്നത് എസ് തന്നെ, ആരാ? ശിശ്രുതയാണ്. ഇനി ഇത് മാറരുത് കേട്ടോ, ഫാദർ ഓഫ് സർജറി അണ്ടർലൈൻ ചെയ്തോ. Ancient Indian surgeon known as for his outstanding operation and technique, for his influential dissertation. Dissertation എന്ന് പറഞ്ഞ പ്രബന്ധമാണ് കേട്ടോ, പ്രബന്ധമാണ്. ശിശ്രുത സംഹിത, ആ ശിശ്രുതന്റെ ടെക്സ്റ്റ് ആണ്, ശിശ്രുതന് എഴുതിയ ടെക്സ്റ്റ് ആണ്. Influential dissertation, Shishruta Samhita. The Shishruta a main origin of knowledge about the surgery. കണ്ടോ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർജറിനെ കുറിച്ചുള്ള നോളേജ്, പ്രധാനപ്പെട്ട അറിവുകളൊക്കെ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് ശിശ്രുത സംഹിത എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല, എന്തുകൊണ്ടാ? Ancient Indian surgeon known for his outstanding operation. കണ്ടോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങള്, ടെക്നിക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ആ മഹത്തായ പ്രബന്ധം ശിശ്രുത സംഹിത എന്ന ടെക്സ്റ്റ് അദ്ദേഹം എഴുതിയത് കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഫാദർ ഓഫ് സർജറി ആരാണെന്നും ശിശ്രുതന്റെ ടെക്സ്റ്റ് ഏതാണ്? ശിശ്രുത സംഹിത. ഈ ശിശ്രുത സംഹിത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയിലെ തന്നെ ഇന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണത്. അദ്ദേഹം ശസ്ത്രക്രിയ രീതികളെ കുറിച്ചാണ് ആ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അദ്ദേഹം ശിശ്രുത സംഹിതയില് നമ്മള് എന്താ ഈ 300ഓളം ശസ്ത്രക്രിയ രീതികള്, 120ഓളം ശസ്ത്രക്രിയ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളെ കുറിച്ചൊക്കെ ആ ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ശിശ്രുത സംഹിത. അപ്പൊ അത്രയും വിലപ്പെട്ട ഒരു ടെക്സ്റ്റ് എഴുതിയതുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ടെക്നിക്കും അല്ലെ, ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ടെക്നിക്ക്, അതുകൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ശിശ്രുത സംഹിത എന്ന് പറയുന്നത് എന്താ? നമുക്ക് സർജറിനെ കുറിച്ച്, ശിശ്രുത മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ സർജറിനെ കുറിച്ച് മെയിൻ ആയിട്ട് നല്ലൊരു ഒറിജിൻ നോളജ്, അറിവിന്റെ ഒരു ഉറവിടമാണ്. ഇതിന്റെ ഒരു ഉറവിടം തന്നെയാണ് ശിശ്രുത സംഹിത. ശിശ്രുത സംഹിത, ശിശ്രുത സംഹിത എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് കേട്ടോ. ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് ദ സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. പിന്നെ അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയേ. ശിശ്രുത സംഹിത, ദ മെയിൻ ഒറിജിൻ, അങ്ങനെ മതി കേട്ടോ. ശിശ്രുത എന്ന് അവിടെ വേണ്ട. ശിശ്രുത സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എന്താ? ഏൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിനെ കുറിച്ച് മെയിൻ ആയിട്ടുള്ള നോളേജ് തരുന്ന അതിന്റെ ഒരു ഉറവിടമാണ് ശിശ്രുത സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റ്. ഇനി അടുത്തതാണ് ചരകം. ആരിലേക്ക് എത്തി? നമ്മൾ ആ ചരകനിലേക്ക് വന്നു. ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആയുർവേദത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സംഭാവന. ആയുർവേദത്തില് പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആളാണ് ആര്? ചരക എന്ന് പറയുന്നത്. എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുർവേദം. അറിയാലോ ആയുർവേദം. ആയുർവേദ മരുന്നുകൾ കഴിക്കണ്ടോ? ആയുർവേദ മരുന്നുകൾ ആരെങ്കിലും ഒക്കെ കഴിക്കണ്ടോ? കഴിക്കുന്നുണ്ട്. റിന്യൂ ഒക്കെ ഇവിടെ തമ്മിട്ടുണ്ട് കേട്ടോ. ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മുടെ ഇന്ത്യയില് നമ്മള് സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, അതാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഹി നോൺ ആസ് ദ എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റീസ് നെയ്മഡ് ചരക സംഹിത. അദ്ദേഹത്തിന്റെ പ്രബന്ധം ചരക സംഹിത എന്നും നോട്ട് ചെയ്തു. ചരക എഴുതിയ പ്രബന്ധമാണ് ചരക സംഹിത. ചരക സംഹിത, Charaka Samhita. He is known as the editor of medical treatise named Charaka Samhita, one of the basic texts of classical Indian medicine and Ayurveda. One of the
ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ, അത് ചരക സംഹിത എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആയുർവേദത്തിനെ കുറിച്ചുള്ള ഒരു പ്രബന്ധമാണ് ഏത് ഈ ചരക സംഹിത എന്ന് പറയുന്നത്. അതായത് ചരകൻ എഴുതിയ ടെക്സ്റ്റ് ആണ് ചരക സംഹിത എന്ന് പറയുന്നത്. ചരക സംഹിത. ഓക്കെ, ഓക്കെ ആണോ? ടെക്സ്റ്റുകൾ രണ്ടെണ്ണം ശുശ്രുതന്റെയും നോക്കുക, ശുശ്രുത സംഹിത, ചരകന്റെ ചരക സംഹിത. അതെന്താന്നാണ് ആ പറഞ്ഞേക്കണേ കേട്ടോ. ഇനി അവിടെ ഒരു കാര്യം, അപ്പൊ ഈ ആയുർവേദത്തിന് ഇത്രയും കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ് ഈ ചരക എന്ന് നമ്മൾ പറഞ്ഞു. ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ഓഫ് ആയുർവേദ. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ആളാണ് ചരക എന്ന് പറയുന്നത്. അത്രയും ആയുർവേദത്തിന് സംഭാവന നൽകിയിട്ടുള്ളത് കൊണ്ട് ചരകനെ നമ്മൾ ഫാദർ ഓഫ് ആയുർവേദ എന്ന് പറയുന്നുണ്ട്. അതും കൂടി നോട്ട് ചെയ്തൊന്ന്. ഫാദർ ഓഫ് ആയുർവേദ ചരക. ഫാദർ ഓഫ് ആയുർവേദ ചരക. വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ. അതാണ് ചരക സംഹിത എന്ന് പറയുന്നത് കേട്ടോ. ബേസിക് ടെക്സ്റ്റ് ആണ്, ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ്. നമ്മുടെ ഇന്ത്യൻ മെഡിസിനെ കുറിച്ച് ആയുർവേദത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ബേസിക് ടെക്സ്റ്റ് ആണ് ഏത് ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ എന്താ മെഡിക്കൽ ട്രീറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രബന്ധം തന്നെയാട്ടോ. ഹി നോൺ ആസ് ദ എഡിറ്റർ ആണ് അദ്ദേഹം. മെഡിക്കൽ ട്രീറ്റീസ് പ്രബന്ധം ചരക സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റിന്റെ ഒരു എഡിറ്റർ ആണ് ഈ ചരകൻ. അപ്പൊ ചരകൻ എന്ന് പറയുന്ന ആള് ഈ ആയുർവേദത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് പറയുന്നത് ഫാദർ ഓഫ് ആയുർവേദ. കിട്ടിയില്ലേ? 3 എണ്ണം പഠിച്ചു വെച്ചല്ലോ. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റ്സ്, ഫാദർ ഓഫ് സർജറി ശുശ്രുത, ഫാദർ ഓഫ് ആയുർവേദ ആരാണ് ചരക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇന്ന് ഞാനിപ്പോ 5 ക്വസ്റ്റ്യൻ കൊടുത്തേക്കും. നാളത്തേക്കാ കിട്ടുള്ളൂ. നാളെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. 5ാമത്തെ പോയിന്റ്സ് വരെയാണ് ഹോസ്പിറ്റൽ എവല്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അപ്പൊ അത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലിയർ ചെയ്ത് പോകണ്ട, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതുമല്ല, ഇത് നമ്മൾ ഇത്തിരി വൈകിയ ക്ലാസ്സിൽ കയറിയത്. ആദ്യ മിസ്സിനെ നിങ്ങൾ ഇത്തിരി പിടിച്ചേരിട്ടില്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഒന്ന് വായിച്ചൊക്കെ വെച്ചേക്കാം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നുണ്ടല്ലോ പറഞ്ഞേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.